Good morning, my dear students. Today our topic, determinants of demand. That means, what are the factors influencing demand? Last class നമ്മൾ ഡിമാൻഡ് പഠിച്ചിരുന്നു. എന്താ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ, ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. Then demand is the one of the important activity, the productive activity എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ മദർ ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ഡിസയർ ആണ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ദെൻ ഈ ഡിമാൻഡ് എന്ന് പറയുന്നതിൽ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം അല്ലേ. ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം, ഡിമാൻഡ് കൂടുകയോ ഡിമാൻഡ് കുറയുകയോ ഒക്കെ ചെയ്യാം. ദെൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചേഞ്ച് ഇൻ ഡിമാൻഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. അതായത് ഡിമാൻഡിൽ കൂടാനോ കുറയാനോ ഉണ്ടാകാവുന്ന കാരണങ്ങളെയാണ് നമ്മൾ എന്താ പറയുക, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി മേ ബി ചേഞ്ച്, ഇറ്റ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ certain factors. These factors are also known as determinants of demand. കണ്ടോ, ദാറ്റ് മീൻസ് അതായത് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി മേ ചേഞ്ച്. ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം. ഇറ്റ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ certain factors. അത് സംഭവിക്കുന്നത് ചില ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണ്. ദെൻ ദീസ് ഫാക്ടേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ ഡിമാൻഡ്. ഇനി നമുക്ക് നോക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് മൂലമാണ് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാവുക. ദെൻ അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിറ്റർമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ്, ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. Determinants of individual demand and determinants of market demand. Determinants of market demand. നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സുഖം. അതായത് ഒരു ഇൻഡിവിജ്വലിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ, ഇപ്പം നമ്മളെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സ് മൂലം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഡിമാൻഡ് കൂടാൻ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു, ചിലപ്പോൾ ഇൻകം ലെവൽ നമ്മൾ ഡിക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് തയ്യാറാവും. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പുതിയൊരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകരം വയ്ക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ആ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ മൊത്തത്തിൽ വിപണിയെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ അതിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഈസ് കോൾഡ് ആസ് മാർക്കറ്റ് ഡിമാൻഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡും അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ആ കോൺസെപ്റ്റിലെ ഇൻഡിവിജ്വൽ ഡിമാൻഡിൽ നമ്മൾ പറയുന്നത് ലിസ്റ്റ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഓഫേഡ് അല്ലേ. എ ലിസ്റ്റ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റി വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഓഫേഡ്. ഒരു ഇൻഡിവിജ്വൽ എത്രമാത്രം ക്വാണ്ടിറ്റീസ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട്, ദറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡിവിജ്വൽ ഡിമാൻഡും. ഹൗ മച്ച് ക്വാണ്ടിറ്റീസ് ഡിമാൻഡഡ് ബൈ ഓൾ ദ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഈസ് കോൾഡ് ആസ് മാർക്കറ്റ് ഡിമാൻഡ്. അതിനെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്? ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് മീൻസ് what are the factors influencing the fluctuations of demand? That factors is called as determinants of demand. ഏതൊക്കെ ഫാക്ടേഴ്സ് മൂലം ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് കൂടാനോ കുറയാനോ കാരണമാകുന്നുണ്ടോ, ദീസ് ഫാക്ടേഴ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. അതിന് ഉണ്ടാകാവുന്ന കാരണങ്ങൾ, അതിന് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഈ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡിറ്റർമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്. Determinants of individual demand and determinants of market demand. Then first one is determinant of individual demand.
that means the variables that influence the individual demand. Then first one is price of commodity. Price of commodity. Price of commodity. ഒരു ഇൻഡിവിജ്വൽസിനെ സ്വാധീനിക്കുന്ന ഫാക്ടറാണ് അവിടെ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് കമ്മോഡിറ്റിയിലെ പ്രൈസ് ഈസ് ദ ബേസിക് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ്. നമുക്കറിയാം പ്രൈസാണ് ഒരു ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ച ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഹയർ ദി പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഓഫേർഡ്, ലോവർ ദി പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഓഫേർഡ് ഓർ ഡിമാൻഡഡ്. That concept, other factors are remain constant. That concept is called as law of demand. അതേപോലെ തന്നെ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. ദാറ്റ് മീൻസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോൾസ് ആൻഡ് വൈസ് വേഴ്സ. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുന്നു, അതേസമയം പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ കാരണമാകുന്നത് അവിടെ എന്താണ്? പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിൽ ഡിറ്റർമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് വൺ ഓഫ് ദി ഫാക്ടർ ഈസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. ദെൻ സെക്കൻഡ് വൺ ഈസ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. സെക്കൻഡ് പോയിന്റ് ഈസ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. നേച്ചർ ഓഫ് കമ്മോഡിറ്റി. Nature of commodity. Nature of commodityയിലെ demand depends on whether the commodity is a necessary or a luxury or a prestigious goods. ഒരു കമ്മോഡിറ്റിയുടെ നേച്ചർ നോക്കാം. ആ കമ്മോഡിറ്റിയുടെ നേച്ചർ നോക്കിയതിന് ശേഷം അതൊരു പ്രസ്റ്റീജിയസ് പ്രോഡക്റ്റ് ആണോ നെസസറി പ്രോഡക്റ്റ് ആണോ നോക്കാം. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഫോർ നെസസറി ഗുഡ്സ് ജനറലി റിമെയിൻ കോൺസ്റ്റൻറ്റ്. നെസസറി ഐറ്റംസ് ആണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് അത്യാവശ്യമായിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ പ്രൈസ് കൂടിയാലോ കുറഞ്ഞാലോ നമ്മൾ ഏതിനെ അഫക്റ്റ് ചെയ്യില്ല, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡിമാൻഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഞാൻ പറയാറുണ്ട്, ഇപ്പം നമുക്ക് റൈസ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും അതൊക്കെ നമ്മുടെ നെസസറി ഐറ്റംസിൽ ഉൾപ്പെടുന്നതാണ്. ഈ നെസസറി ഐറ്റംസിനെ ബാധിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് കൂടിയാലോ കുറഞ്ഞാലോ അതെന്ത് ചെയ്യുന്നുണ്ട്, ദെൻ അതിനെ ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണു എന്നുള്ളതാണ്. അപ്പോൾ ദെൻ ഇവിടെ ഡിമാൻഡ് ഓഫ് നെസസറി ഗുഡ്സ് ജനറലി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഡിമാൻഡ് ഓഫ് കംഫർട്ട് ആൻഡ് ലക്ഷറിയസ് പ്രോഡക്റ്റ് ചേഞ്ച് വിത്ത് എ ചേഞ്ച് ഇൻ ദെയർ പ്രൈസസ്. Demand of prestigious goods generally remain constant. Demand of durable goods change with the change in price. Thus nature of commodity determines the demand. അപ്പോൾ നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞു. നെസസറി ഗുഡ്സ് ആണെങ്കിൽ അവിടെ എന്താണ്, ഡിമാൻഡ് ഈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രസ്റ്റീജിയസ് ഗുഡ്സും എപ്പോഴും എന്താണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രസ്റ്റീജിയസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കാണിക്കുന്ന ഗുഡ്സാണ്. ആ സ്റ്റാറ്റസ് സിമ്പിൾ കാണിക്കുന്ന ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് പ്രസ്റ്റീജിയസ് ഗുഡ്സിൻ്റെ കേസിൽ. അപ്പോൾ പ്രസ്റ്റീജിയസ് ഗുഡ്സിൻ്റെ കേസിൽ ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ലക്ഷറീസ് ഗുഡ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡ്യൂറബിൾ ഗുഡ്സൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെച്ചാലും അവിടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഡിമാൻഡ് കൂടും. ലക്ഷറിയസ് ഗുഡ്സ് ആണ് എന്ന രീതിയിൽ അതിന് ഡിമാൻഡ് കൂടും. അപ്പോൾ അവിടെ പറയുന്നത് എന്താ, ഒരു കമ്മോഡിറ്റിയുടെ നേച്ചർ നോക്കിക്കൊണ്ട് ആ നേച്ചർ നെസസറി ഐറ്റംസ് ആണെങ്കിൽ ഡിമാൻഡ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ലക്ഷറിയസ് ഗുഡ്സ് ആണെങ്കിൽ, ഡ്യൂറബിൾ ഗുഡ്സ് ആണെങ്കിൽ ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. അതേപോലെ പ്രസ്റ്റീജിയസ് ഗുഡ്സ് ആണെങ്കിൽ ഡിമാൻഡ് ഓൾസോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വൺ ഓഫ് ദി ഫാക്ടറാണ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. നമ്മൾ വാങ്ങിക്കുന്ന ഒരു മെഡിസിൻ വില കുറഞ്ഞു എന്ന് കരുതി നമ്മൾ ധാരാളം വാങ്ങിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതായത് അത്തരം കാറ്റഗറിയിൽ വരുന്ന നെസസറി ഐറ്റംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതിന് ഒരിക്കലും അവിടെ നിന്ന് ഡിമാൻഡ് മറ്റുള്ള ഫാക്ടേഴ്സ് നോക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഡിമാൻഡ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് പോയിന്റ് മനസ്സിലായല്ലോ. ദെൻ തേർഡ് വൺ ഈസ് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ്. ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ്, ദാറ്റ് ഈസ് എ തേർഡ് പോയിന്റ്. ഇൻകം ആൻഡ് wealth of consumers. Income and wealth of consumers. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം ഏതിനെ അഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടർ ഈസ് ഇൻകം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്സ് ഇൻകം ഇൻക്രീസസ്,
then same time demand also increases. അതായത് നോർമൽ കേസൊക്കെ ആണെങ്കിൽ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ദർ ഇസ് എ ഡയറക്റ്റ് ഓർ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ്. ഇൻകം ഡിമാൻഡും തമ്മിൽ എപ്പോഴും ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നമുക്ക് നമ്മുടെ ഒരു കൺസ്യൂമറുടെ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ പർച്ചേസിങ് ബിഹേവിയറിനെ അത് അഫക്റ്റ് ചെയ്യും. ദെൻ ഡിമാൻഡ് വിൽ ഓൾസോ ബി ഇൻക്രീസിങ്. ദെയർഫോർ ഇൻകം ഇൻക്രീസസ്, same time the demand also increases. Income decreases, demand also decreases. That means change in income can bring about a change in demand. Third point in the income, change in income that brings about the change in demand. If the income of consumer increases, the demand for normal goods will also be increases, because with the increase in income he can spend more amount of money on the purchase of such goods. മാത്രമല്ല കൂടുതലായിട്ടും ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചെലവഴിക്കാനുള്ളൊരു ടെൻഡൻസി ഒരു ഇൻഡിവിജ്വലിന് സംഭവിക്കാം. The normal goods which demand increases, income rises, the demand decreases, the income falls. In the case of inferior goods, inferior goodsൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, in the case of inferior goods there is an inverse or negative relationship between income and demand. Inferior goodsനെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡിൽ പഠിച്ചിരുന്നു. എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡിലെ വൺ ഓഫ് ദി പോയിന്റ് ആണ് ഇത് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗിഫൺ ഗുഡ്സ്. ഓർക്കുന്നുണ്ടാവില്ല, റോബർട്ട് ഗിഫൺ എന്ന് പറയുന്ന എക്കണോമിക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദി കോൺസെപ്റ്റ് ആണ് ദ എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡിൽ. ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്, ലോ ക്വാളിറ്റി ഗുഡ്സ്. ഈ ലോ ക്വാളിറ്റി ഗുഡ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റുകളൊക്കെയാണ് ലോ ക്വാളിറ്റി ഗുഡ്സിൽ നമ്മൾ ഉൾപ്പെടുത്താം. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകളൊക്കെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറുകളോ സെക്കൻഡ് ഹാൻഡ് വാഷിംഗ് മെഷീൻസോ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺസോ ഒന്നും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. അവിടെ ഇൻകം ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ ചീപ്പസ്റ്റ് കമ്മോഡിറ്റി ഇൻഫീരിയർ ഗുഡ്സിനുള്ള ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് അവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പറയുന്നത്. ഇൻകം ഇൻക്രീസസ്, ഏതുകൂടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ അവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് സംഭവിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഒന്നല്ല, സാധാ ലെവലിൽ നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഇൻകം ഇൻക്രീസസ്, ഡിമാൻഡ് ഓൾസോ increases, income decreases, demand also decreases. There should be then direct and positive relationship ആണ് ഇൻകം അതുപോലെ തന്നെ ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. Then fourth point is taste and preferences of consumers. Then fourth point is taste and preference of consumers. Taste and preferences of consumers. പിന്നെ വൺ ഓഫ് ദി പോയിന്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്? ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. എനി ചേഞ്ച് ഇൻ ഫാഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ ബീയിങ് അബൌട്ട് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഫോർ ഇൻസ്റ്റൻസ് ടുഡേ ഇവിടെ നമ്മൾ പറയുക വെച്ചാൽ എനി ചേഞ്ച് ഇൻ ഫാഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതായത് ഒരു കൺസ്യൂമറുടെ അടുത്ത് ഉണ്ടാകാവുന്ന ഫാഷനിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ്, അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ്, ദാറ്റ് ചേഞ്ചസ് ബ്രിങ്സ് അബൌട്ട് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അത് ഏതിലേക്ക് ലീഡ് ചെയ്യുന്നു? ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഗേൾസിൻ്റെ അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഒക്കെ ഒരു ചോയ്സ് എന്ന് പറയുമ്പോൾ ജീൻസ് പാൻറ്റുകളോ അതൊക്കെ ഒരുപാട് ഭയങ്കര ഫെമിലിയർ ആയിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം ഗുഡ്സിലേക്കുള്ള ഡിമാൻഡ് ലേഡീസ് ഐറ്റംസിൽ അതുകൂടെ ഉൾപ്പെടുത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. കാരണം അത്തരം പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടുന്നു. അവിടെ ജീൻസിന് ഡിമാൻഡ് കൂടാനുണ്ടാകാവുന്ന കാരണം എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി ലേഡീസ് എന്ന് പറയുന്നതായിരിക്കാം. അതേപോലെ തന്നെ ഇൻ ദി കേസ് ഓഫ് ചോക്ലേറ്റ് പ്രോഡക്റ്റുകളൊക്കെ സംബന്ധിച്ചിട്ടും കുട്ടികളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഹാവ് ഡെവലപ്ഡ് എ ടേസ്റ്റ് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്. അവർ ഐസ്ക്രീം അല്ലെങ്കിൽ അത്തരം പ്രോഡക്റ്റുകളിലേക്കൊക്കെ ടേസ്റ്റി ഫുഡ്സിലൊക്കെ അവരൊക്കെ കുട്ടികൾ അവരുടെ മുൻപുണ്ടായിരുന്ന ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ദെൻ അത് ഇത്തരം മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു? അവർ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുന്നു. സോ അതുകൊണ്ടാണ് അവിടെ ഇപ്പം നമ്മൾ ജങ്ക് ഫുഡ്സിനൊക്കെ ഡിമാൻഡ് കൂടാനുള്ള കാരണം അതെന്താണ്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിക്കഴിഞ്ഞു. അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർക്ക് അത്തരം പ്രോഡക്റ്റുകളാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഈസ് ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ
to change in demand. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഏതാ? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ദാറ്റ് ഫാക്ടേഴ്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ്. Determinants of demand may be classified into two. Then first one is determinants of individual demand and second one is determinant of market demand. Determinants of individual demand le, then first one is price of commodity, nature of commodity, taste and third one income and wealth of consumers and taste and preference of consumers. Then next one is price of related goods. The next point is price of related goods. Price of related goods ആണ്. Price of related goods ലെ നമ്മൾ പറയുന്നത് the demand for a commodity is affected not only by its own price but also the price of related goods. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടാനോ കുറയാനോ കാരണമാകുന്നത് ആ കമ്മോഡിറ്റിയുടെ തന്നെ പ്രൈസിലുണ്ടാകാവുന്ന ഫ്ലക്ച്വേഷൻ മൂലമല്ല, പകരം മറ്റേതെങ്കിലും കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകാവുന്ന ചേഞ്ചസ് മൂലം ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ എന്ത് പറയുക, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സോ അല്ലെങ്കിൽ ക്രോസ് ഇലാസ്റ്റിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ നോക്കുക, ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് അഫക്റ്റഡ് not only by its own price but also by the price of related goods. These related goods fall into two categories. Then first one is substitute goods and complementary goods. അതായത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ചില മറ്റുള്ള പ്രോഡക്റ്റുകളുടെ പ്രൈസും കൂടെ ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. ഈ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിൽ ഏത് പ്രോഡക്റ്റുകളൊക്കെ ആവാം? സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റും ആവാം, അതേപോലെ കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റും ആവാം. കണ്ടോ, കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റും ആവാം. അപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ then it may be substitute goods or complementary goods. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് അറിയണം. ടീ ആൻഡ് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ്, എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള. ദെൻ ടു ഗുഡ്സ് ആർ said to be substitute, അവിടെ എവിടെയെങ്കിലും എഴുതി വയ്ക്കാം, നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം. Two goods are said to be substitute of each other when one can be used in place of other. When one can be used in the place of another. Substitute goods എന്ന് പറഞ്ഞാൽ എന്താ? When one can be used in the place of another. One can be used in the place of another. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട സമയത്ത് ആ പ്രൊഡക്റ്റിന് പകരം മറ്റൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുക. അതായത് നമുക്കിപ്പോൾ ചായ കുടിക്കുന്നതിന് പകരം കാപ്പി കുടിക്കാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം എന്ന് പറയുന്നതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. When one can be used in place of another. Tea and coffee are substitute goods. If the price of substitute commodity increases, the demand for original commodity will increases. Then avade if the price of substitute commodity increases, the demand for original commodity also increases. avade nammal parayunnathu രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്, ടീയും കോഫിയും. അപ്പോൾ അവിടെ ടീയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആണ് കോഫി എന്ന് പറയുന്നത്. അവിടെ കോഫിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് കൂടുന്നു, അതാണ് അർത്ഥം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? കോഫിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് കൂടുന്നു. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത് കോഫിയുടെ പ്രൈസ് കൂടുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ടീയുടെ പ്രൈസ് കുറവാണ്. ടീയുടെ പ്രൈസ് കുറയുന്നത് കൊണ്ടാണ് ടീയുടെ ഡിമാൻഡ് കൂടുന്നത്. അല്ലാതെ കോഫിയുടെ പ്രൈസ് കൂടിയത് കൊണ്ട് ടീയുടെ ഡിമാൻഡ് കൂടാനുണ്ടാകാവുന്ന കാരണം എന്താണ്? കോഫിക്ക് പകരം നമുക്ക് ടീ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു റിലേഷൻ ടീയും കോഫിയും തമ്മിലുണ്ട്. ആ ടീയും കോഫിയും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, വൺ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് അനദർ എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഗുഡ്സ് ആയതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അവിടെ കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ കോഫി ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഡിമാൻഡ് കുറയുകയും പകരം ടീയുടെ വില കുറയുന്നത് കൊണ്ട് ടീ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കോഫിയുടെ വില കൂടിക്കഴിഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് കൂടുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൽ സംഭവിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റിയുടെ if the price of a substitute commodity increases, the demand for original commodity will also increases.
On the other hand, if the price of some substitute commodity falls, the demand for original commodity will decrease. ഇനി കോഫിയുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ടീയുടെ ഡിമാൻഡും കുറയും. കോഫിയുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോഫി ഉപയോഗിക്കുന്നവർ കോഫിയിലേക്ക് മാറുകയും ഓട്ടോമാറ്റിക്കലി ടീയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഇൻ ദ പ്രൈസ് ടീ ഫോൾസ് ദ ഡിമാൻഡ് ഫോർ കോഫി വിൽ ഇൻക്രീസസ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും ഒറിജിനൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റിയുടെ പ്രൈസും ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് ഇവിടെ ഉണ്ടാവുക. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റും ഒറിജിനൽ കമ്മോഡിറ്റിയും തമ്മിൽ എല്ലായ്പ്പോഴും പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് ഉണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇനി എന്താ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് ഗുഡ്സിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്? ടു ഗുഡ്സ് ആർ സെറ്റ് ടു ബി കോംപ്ലിമെൻ്ററി. അവിടെ എഴുതാം ഈച്ച് അതർ വെൻ ദേ ആർ യൂസ്ഡ് ടുഗദർ. അതായത് ടു ഗുഡ്സ് ആർ സെറ്റ് ടു ബി കോംപ്ലിമെൻ്ററി ഓഫ് ഈച്ച് അതർ വെൻ ദേ ആർ യൂസ്ഡ് ടുഗദർ. വെൻ ദേ ആർ യൂസ്ഡ് ടുഗദർ, ഒരുമിച്ച് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഇഫ് ദ ഡിമാൻഡ് ഓഫ് ഒറിജിനൽ ദേ ആർ യൂസ്ഡ് ടുഗദർ. In the case of complementary goods, if the demand of original commodity increases, the demand of complementary goods also increases. Then similarly, the demand of original commodity decreases, the demand for complementary goods will also decreases. അതായത് അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയാണെന്നുണ്ട്, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ദെൻ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു, ഇവിടെയും അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു. അവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് സംഭവിക്കുന്നത്. കാരണം അവിടെ കാറും പെട്രോളിന് വല്ലാതെ വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറിൻ്റെ ഒരു ടെൻഡൻസി, ഇപ്പോൾ കാർ വാങ്ങിയിട്ട് ലാഭമില്ല അങ്ങനെ നമുക്ക് തോന്നാം. അപ്പോൾ അതുകൊണ്ട് എന്താ, പിന്നെ ഷൂവും സോക്സും ഇങ്കും പെന്നും ഇതൊക്കെ തമ്മിലെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പ്രോഡക്റ്റാണ്. ഏതെങ്കിലും ഒന്നിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ, ഫ്യുവലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ കമ്മോഡിറ്റിയുടെ ഉപയോഗം അതേ സമയം കുറയുകയാണ് ചെയ്യുന്നത്. Similarly, if the demand of original commodity decrease, the demand of complementary goods also decrease. If the demand of pen decreases, the demand for ink also decreases. അതായത് പെന്നിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഇങ്കിൻ്റെ ഡിമാൻഡും കുറയും. പെന്നുണ്ടെങ്കിലുള്ള ഇങ്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പെന്നും ഇങ്കും എന്ന് പറയുന്ന ജോയിൻറ്റ് പ്രോഡക്റ്റുകളാണ്. ഷൂവും സോക്സും എന്ന് പറയുന്നത് ജോയിൻറ്റ് പ്രോഡക്റ്റുകളാണ്. കാറും പെട്രോളും എന്ന് പറയുന്നത് ജോയിൻറ്റ് പ്രോഡക്റ്റാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റിൻ്റെ കൂടെ ആവശ്യമുണ്ട്, ഇതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് ദറ്റ് മീൻസ് ഇഫ് ദ ഡിമാൻഡ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് വിൽ ഓൾസോ ഇൻക്രീസ്. ദ ഒറിജിനൽ കമ്മോഡിറ്റി ഡിമാൻഡ് ഓഫ് ഒറിജിനൽ കമ്മോഡിറ്റി ഓൾസോ ഡിക്രീസസ്. ദ സെയിം ടൈം ദ ഡിമാൻഡ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് വിൽ ഓൾസോ ഡിക്രീസ് ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, നാച്ചർ ഓഫ് കമ്മോഡിറ്റി, ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ദാറ്റ് മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഓർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ തന്നെ കുറിച്ച് വെക്കണം. വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ 10 പോയിൻറ്റ്സ് എഴുതേണ്ടി വരും. അതല്ല നമുക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെച്ചാൽ നിങ്ങളൊരു ഒറ്റ കാറ്റഗറി ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ബുക്കിൽ ഒരു ഒറ്റ കാറ്റഗറി ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഞാനത് 2 കാറ്റഗറി, ഇതിലുള്ള പോയിൻറ്റ്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനതിന് 2 കാറ്റഗറി ആക്കി എഴുതി ഒരു എസ്സേയുടെ രൂപത്തിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. Then next one, 6th one is that is the consumers expectations. Consumers expectation. Consumers expectation. ഇനി നെക്സ്റ്റ് പോയിന്റ് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ ആണ്. Consumers expectation about further or fall in future price will affect the demand of commodity. Consumers expectation about further rise or fall in future price will affect the demand. അതായത് ഭാവിയിൽ ഈ പ്രൊഡക്റ്റിൻ്റെ വില കൂടാനോ കുറയാനോ കാരണമാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ഇഫ് കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ ദേ മേ പർച്ചേസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി.
ഇനിയും ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും, ഇനിയും അരിയുടെ വില കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇനിയും ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ വില കൂടാനാണ് സാധ്യതയുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഗോൾഡിൻ്റെ വില ഇനിയും ഉയരാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിപ്പോൾ തന്നെ വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് അവിടെ ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുണ്ടാകാവുന്ന വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ. കൺസ്യൂമേഴ്സിൻ്റെ പ്രതീക്ഷകളാണ് അവിടെ ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുണ്ടാകാവുന്നൊരു കാരണം എന്ന് പറയുന്നത്. If consumers expect a rise in the price of commodity in the near future, they may purchase large quantity. When the price of a commodity decreases, people expect a further fall in price and postpone their purchase. Similarly, if consumers believe that their income will rise in the near future, they are more induced to buy more expensive items today. Then on the other hand, if consumers are worried about losing their job, they are likely to postpone purchase of expensive item. നമുക്ക് ഇനിയും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങുന്നതിനുള്ളൊരു ടെൻഡൻസി കുറയ്ക്കുകയാണ് ചെയ്യാം. Then next point, that means advertisement. Next point, advertisement. Seventh point is advertisement. Next one, advertisement la. Advertisement will create, maintain and increase the demand of goods. നമുക്കറിയാം അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് വിൽ ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ദ ഡിമാൻഡ്. ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നുകൂടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് അഡ്വർടൈസ്മെൻറ്റിനുള്ളത്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അല്ലേ, പഠിച്ചിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. വൺ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റിയാണ് ടു ഗീവ് അവെയർനെസ് ടു ദ കൺസ്യൂമേഴ്സ്. To provide proper guidelines or to provide proper ideas to the consumers. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദീകരിച്ചുകൊണ്ടുള്ളൊരു വിവരണം കൺസ്യൂമേഴ്സിന് കൊടുക്കുകയാണ് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അഡ്വർടൈസ്മെൻറ്റ് വിൽ ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് എ commodity. Now there is a tendency among the people to use dark paint for their house. കുറച്ച് നാൾക്ക് മുൻപേ ഡാർക്ക് പെയിൻറ്റുകൾ അടിക്കുക എന്ന് പറയുന്ന വീടുകൾക്കൊക്കെ ഡാർക്ക് പെയിൻറ്റ്, ഓറഞ്ച്, റെഡ് ഇങ്ങനെയൊക്കെ ഡാർക്ക് പെയിൻറ്റ് അടിക്കുന്ന ഒരു ട്രെൻഡായിരുന്നു അല്ലേ. ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ദെൻ അതെന്താ പറയുന്നത്, അത് അഡ്വർടൈസ്മെൻ്റാണ് ആ രീതിയിലേക്ക് ആ പെയിൻറ്റിൻ്റെ ഒരു അട്രാക്ഷൻ കൊണ്ടുവന്നത്. ദ ഡിമാൻഡ് ഫോർ ഡാർക്ക് പെയിൻറ്റ് ഈസ് ഇൻക്രീസിങ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസിങ്. അത് ഏത് മൂലമാണ് സംഭവിക്കുന്നത്? അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണ് സംഭവിക്കുന്നത്. ദസ് അഡ്വർടൈസ്മെൻറ്റ് ഇൻഫ്ലുവൻസസ് ദ ഡിമാൻഡ് ഓഫ് ഗുഡ്സ്. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ഏതിനെ സ്വാധീനിക്കുന്നു? അഡ്വർടൈസ്മെൻറ്റ് ഇൻഫ്ലുവൻസസ് ദ ഡിമാൻഡ് ഓഫ് ഗുഡ്സ്. അഡ്വർടൈസ്മെൻറ്റ് ഗുഡ്സിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നു. These are the factors influencing the change in demand, fluctuation in demand. So these factors are also called as determinants of individual demand. ഒരു ഇൻഡിവിജ്വലിൻ്റെ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഡിമാൻഡ്, അതായത് നമുക്കത് വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി, അത് കൂടാനോ കുറയാനോ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റിയുടെ വില കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് കമ്മോഡിറ്റി, ആ കമ്മോഡിറ്റിയുടെ നേച്ചർ നോക്കാം. ആ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എന്തായിരിക്കാം? നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ ലക്ഷൂറിയസ് ഗുഡ്സ് ആയിരിക്കാം, ഡ്യൂറബിൾ ഗുഡ്സ് ആയിരിക്കാം, നെസസിറ്റി ഗുഡ്സ് ആയിരിക്കാം. പ്രസ്റ്റീജിയസ് ഗുഡ്സിൻ്റെ കേസിലും അതുപോലെ തന്നെ നെസസിറ്റി ഗുഡ്സിൻ്റെ കേസിലും ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഡ്യൂറബിൾ കമ്മോഡിറ്റീസിൻ്റെ കേസിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ചേഞ്ചിങ് ഡിമാൻഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്സ്, ഇൻകം ഇൻക്രീസസ്, ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ്. In the case of normal goods, income decreases, demand also decreases. In the case of inferior goods, income increases, demand decreases. അവിടെ ഇൻഫീരിയർ ഗുഡ്സും ഇൻകം ഓഫ് ദ കൺസ്യൂമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരാനുള്ള കാരണം ഇൻക്രീസ് ഓഫ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ഗുഡ്സിനുള്ള ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. സോ ഇൻകവും അതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്.
Then next one is taste and preference of the consumers. And then habit, then taste and preferences, model, fashions, etc. These taste and preference of the consumers will affect the ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഇൻ ഫാഷൻ, ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. Then next one is price of related goods. Price of related goods നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഏതാ? ദാറ്റ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിലെ ദ ഗുഡ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സും. വാട്ട് ഈസ് മീൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? when one can be used in the place of another, that goods is called as substitute goods. Substitute goodsന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒറിജിനൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും ഡിക്രീസ് ചെയ്യും. സെയിം ടൈം മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, അല്ലേ? അങ്ങനെയാണ് അത് സംഭവിക്കുക. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ജോയിൻ ഗുഡ്സിനെയാണ് നമ്മൾ എന്താ പറയുക, കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുക. കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ, ഫ്യൂച്ചറിൽ കൺസ്യൂമേഴ്സിന് ഉണ്ടാകാവുന്ന എക്സ്പെക്റ്റേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ കൺസ്യൂമേഴ്സ് ബിഹേവിയർ. ദെൻ അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ്, maintain and increase the demand of some commodities. These are the examples, or these are the factors influencing the determinants of demand. Then next one is determinant of market demand. Market demand for a product refers to, in the market demand എന്ന് പറയുമ്പോൾ market demand for a product refers to the total demand of all the buyers taken together. അവിടെ കുറിച്ച് വയ്ക്കുക, മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ്, മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് റെഫേഴ്സ് ടു, മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഡിമാൻഡ് ഓഫ് ഓൾ ദ ബയേഴ്സ് ടേക്കൺ ടുഗദർ, that is called as market demand. Then what are the factors? First one is price of goods. സെയിം ആൻസർ ആണ് നമുക്ക് പറയാം. പ്രൈസ് ഓഫ് ഗുഡ്സ് എന്ന് പറയും. പ്രൈസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൈസ് ഇൻക്രീസസ്, ഡിമാൻഡ് ഡിക്രീസസ്, പ്രൈസ് ഡിക്രീസസ്, ഡിമാൻഡ് ഇൻക്രീസസ്. ദാറ്റ് കോൺസെപ്റ്റ് ഓഫ് റിലേറ്റഡ് ടു ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട. പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. Then next one is usefulness, ഉപയുക്തത, usefulness. Second point is usefulness. Usefulness, that means change in usefulness cause change in demand. That means demand for beginning of the winter season, അതായത് change in usefulness cause change in demand. അവിടെ നമ്മൾ പറയുന്നു ചില പ്രോഡക്റ്റ് ചേഞ്ച്, ദാറ്റ് മീൻസ് ദ ഡിമാൻഡ് ഫോർ കോട്ട് റൈസസ് ഇൻ ദ ബിഗിനിങ് ഓഫ് വിൻ്റർ, നോട്ട് ബിക്കോസ് പീപ്പിൾ ടേസ്റ്റ് ചേഞ്ച്, ബട്ട് ബിക്കോസ് കോട്ട് ആർ മോർ യൂസ്ഫുൾ ഇൻ ദ വിൻ്റർ ദാൻ ഇൻ സമ്മർ. അതായത് യൂസ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഉപഭോഗം ചില സീസണിൽ, ഇപ്പോൾ വിൻ്റർ സീസൺ, സമ്മർ സീസണൊക്കെ വരും. സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് എയർ കണ്ടീഷണേഴ്സിൻ്റെയൊക്കെ വില നന്നായിട്ട് കൂടാറുണ്ട്. വിൻ്റർ സീസണിലെ നമ്മൾ പറയുന്ന പോലെ തണുപ്പ് കൂടുതലുമ്പോൾ അതിനനുസരിച്ചുള്ള ബ്ലാങ്കറ്റുകളുടെയും കോട്ടിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾ വരും. സോ സിമിലർലി ദ ഡിമാൻഡ് ഫോർ ക്രിസ്മസ് കാർഡ് റൈസ് ഇൻ ദ നവംബർ ഡിസംബർ, ക്രിസ്മസ് കാർഡുകളുടെയൊക്കെ വ്യത്യാസം വരും. ദ ഡിമാൻഡ് ഫോർ ലോ ഫാറ്റ് ഫുഡ്സ് ഇൻക്രീസ് വെൻ പീപ്പിൾ ലേൺ ദാറ്റ് ദീസ് ഗുഡ്സ് വിൽ ഹെൽപ്പ് ദം ടു പ്രൊഡ്യൂസ് ഗുഡ് ഹെൽത്ത്. അതായത് ലോ ഫാറ്റ് ഗുഡ്സുകൾ ആരോഗ്യത്തിന് വളരെയധികം യൂസ്ഫുള്ളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദെൻ ഇപ്പോൾ ഈ മാർക്കറ്റിൽ നമുക്ക് അത്തരത്തിലുള്ള ഹെൽത്തി ഫുഡ്സിൻ്റെയൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓർഗാനിക് ഗുഡ്സിൻ്റെയൊക്കെ ദെൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് യൂസ്ഫുൾനെസ്, അതിൻ്റെ ഉപയോഗം നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ വിപണിയിലൊരു ചേഞ്ച് സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ. തേർഡ് വൺ ഈസ് ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ. ചേഞ്ചസ് ഇൻ ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ. ചേഞ്ചസ് ഇൻ പോപ്പുലേഷനിൽ
population, a change in population of a country may cause change in demand for various goods and services. നമ്മളവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ ആ രാജ്യത്തോ അല്ലെങ്കിൽ ആ ഏരിയയിലോ നമ്മൾ എന്ത് നോക്കാറുണ്ട്, പോപ്പുലേഷൻ ശ്രദ്ധിക്കാറുണ്ട്. ദെൻ എ ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി may cause change in demand for various goods and services. Increase in population will lead to increase in the demand. Increase in population, അപ്പോൾ നമുക്ക് ഇന്ത്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അവിടെ ഇന്ത്യയിൽ എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, അപ്പോൾ അത്രയും പോപ്പുലേഷൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ദെൻ ഇറ്റ് ഓൾസോ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് എ commodity and vice versa. The composition of population also affect the demand. Composition of population means a proportion of young and old and children, as well as the ratio of men to women. According in this composition of population has an effect on the nature of demand for different commodities. അപ്പോൾ ചില പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ പോപ്പുലേഷൻ അല്ലാതെ തന്നെ അവിടെ നമ്മളൊരു ജെൻഡർ ക്ലാസിഫിക്കേഷൻ കൂടെ വെക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഫിമെയിൽ ആൻഡ് മെയിൽ. നമ്മുടെ ഗുഡ്സ് ഏത് കാറ്റഗറിയിലാണ് നോക്കിയിട്ട് ആ കാറ്റഗറിയിലുള്ള ആളുകളുടെ എത്രമാത്രം ആളുകൾ വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുണ്ടാകാവുന്ന കാരണം ആ മേഖലയിൽ ഉണ്ടാകാവുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകാവുന്ന ഫ്ലക്ച്വേഷനോ ആ പ്രൊഡക്റ്റിൻ്റെ യൂസ്ഫുൾനെസ് അതിൻ്റെ ഉപയുക്തതയോ അതുമല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ ആ രാജ്യത്തെ പോപ്പുലേഷൻ റേറ്റിലുണ്ടാകാവുന്ന വ്യത്യാസമോ അതുമല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. Distribution of income and wealth. Distribution of income and wealth distribution of income and wealth in the society also affect the demand of commodities. If there is an unequal distribution of income and wealth in country, demand of the goods of comfort and luxuries will be greater. അവിടെ പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് ഒരുപാട് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലും ഒരേപോലെയല്ല ഇൻകത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഹയർ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്, മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്, ലോ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് റേഷൻ കാർഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വെള്ള, നീല, ചുവപ്പ് ഇങ്ങനെ പലതരത്തിൽ കാണുന്നുണ്ട് അല്ലേ. അതായത് ഇൻകം ക്ലാസിഫിക്കേഷനാണ്. അവിടെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് അവിടെ എന്തിനും കാരണമാവുന്നുണ്ട്, ലക്ഷറീസ് പ്രോഡക്റ്റുകളുടെയൊക്കെ ഡിമാൻഡ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇഫ് ദർ ഈസ് എൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഡിമാൻഡ് ഓഫ് നെസസറി ഗുഡ്സ്, എല്ലാവരും ഒരേപോലെയുള്ള വരുമാനമാണ് അവർക്ക് ഇൻകമാണ് ഉള്ളതെങ്കിൽ എല്ലാവരും നെസസറി ഗുഡ്സാണ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഡിമാൻഡ് കംഫർട്ട് ആൻഡ് നെസസറി ഐറ്റംസിനുള്ള ഡിമാൻഡായിരിക്കും കൂടുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് changes in quantity of money circulation. Changes in quantity of money in circulation. Changes in quantity of changes in quantity of money circulation. Changes in quantity of money in circulation. മൊത്തം രാജ്യത്ത് പണത്തിൻ്റെ വിനിമയം. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ. രാജ്യത്ത് പണത്തിൻ്റെ വിനിമയത്തിൻ്റെ ആ സർക്കുലേറ്റ് ചെയ്യുന്ന പണത്തിൻ്റെ കണക്ക് തോത് അനുസരിക്കുകയാണെങ്കിൽ, അതായത് കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടുന്നു, ബാങ്കുകൾ കൂടുതൽ വായ്പകൾ കൊടുക്കുന്നു, ദെൻ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സർക്കുലേഷൻ ഓഫ് മണി അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സർക്കുലേഷൻ ഓഫ് മണി ഇൻക്രീസ് ചെയ്തതിന് തീർച്ചയായിട്ടും അവിടെ എന്ത് കൂടും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. Then if money in circulation decreases, people will have less purchasing power. ആ സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വായ്പകൾക്കൊക്കെ വളരെ വലിയൊരു പലിശ തന്നെ വാങ്ങിക്കുക, വായ്പകൾ കിട്ടാനില്ലാതിരിക്കുക, അങ്ങനെ വളരെയധികം ക്രൈസിസ് നേരിടുന്ന പക്ഷമാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ ദെൻ ഡിക്രീസസ് പീപ്പിൾ വിൽ ഹാവ് ലെസ് പർച്ചേസിങ് പവർ. അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനുള്ളൊരു പവർ ഉണ്ടായിരിക്കില്ല. ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾസോ ഡിക്രീസസ്. Then next one is changes in climate. Climate il undagavuna changes. Changes in climate. Climate il undayekavuna vyathyasam.
അതായത് ഞാൻ പറഞ്ഞു സമ്മർ സീസൺ, വിൻ്റർ സീസൺ എന്നൊക്കെ പറഞ്ഞു. ചില പ്രോഡക്റ്റുകൾക്ക് അതിനനുസരിച്ച് എക്കോണമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി വിൻ്റർ സീസണാണ്, ദെൻ അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ വേണ്ടി വരും. ഇനി ഫെസ്റ്റിവലാണ്, അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ വേണ്ടി വരും. ഇനി ക്രിസ്മസ്, ഒക്കേഷൻസ് അങ്ങനെയൊക്കെ വരുന്ന സീസണാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറയും മാരേജ് സീസണാണ്, ചിങ്ങം അങ്ങനെയൊക്കെ വരുമ്പോൾ, ഓണം എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അവിടേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ വിപണിയിൽ ക്ലൈമറ്റ് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തുണ്ടാവാറുണ്ട്, ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓർ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ ചേഞ്ചസിൽ വൺ ഓഫ് ദി ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് കൊടുക്കാം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായേക്കാവുന്ന വൺ ഓഫ് ദി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഉണ്ടാകുന്ന ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതികപരമായിട്ടും ഇപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ ഒരു കാലഘട്ടത്തിൽ ലാപ്ടോപ്പിനും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസിനൊക്കെ ഭയങ്കര അധികം നല്ല രീതിയിലുള്ള ഉപഭോഗം വന്നിട്ടുണ്ട്, കൺസംഷൻ വന്നിട്ടുണ്ട്. കാരണം എന്താണ്? ദെൻ അതുപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തി. അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജീസൊക്കെ കണ്ടെത്തും, വൈഫൈ കണക്ഷൻസ്, അതുപോലെ നെറ്റ് ഫെസിലിറ്റീസൊക്കെ നമുക്ക് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ. ഇങ്ങനെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരൊറ്റൊരു പ്രോസസ്സിന് വേണ്ടിയാണ് മൊബൈൽ ഫോൺസൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് അതിൽ നിന്നൊക്കെ മാറി ഇൻഫർമേഷൻ സെർച്ചിങ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വന്നു. സോ ഇതൊക്കെ എന്താണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. ദിസ് വിൽ ലീഡ് ടു ചേഞ്ച് ഇൻ ഡിമാൻഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ്റിൻ്റെ പോളിസീസിലുണ്ടാകാവുന്ന ചേഞ്ചസ്. ഗവൺമെൻറ് പോളിസീസ്. ഗവൺമെൻറ് പോളിസീസിലെ government policy also affect the demand of commodities. If heavier taxes are imposed on certain goods, the demand for such goods will decrease. On the other hand, if government announces tax concessions of certain commodities, their demand will increases. അതായത് ചില പ്രോഡക്റ്റുകളുടെ ടാക്സ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വില കൂടും. അങ്ങനെ വില കൂടുമ്പോൾ അത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയും ചെയ്യും. ചില സിറ്റുവേഷൻസിൽ ഗവൺമെൻറ് ടാക്സ് കുറച്ച് തരാറുണ്ട്. അങ്ങനെ ടാക്സ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രോഡക്റ്റുകളുടെ ഉപയോഗം കൂടുകയും ചെയ്യും. അപ്പോൾ ടാക്സ് കൺസെഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്. ഇത് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഒരു ടെക്നിക്സ് കൂടിയാണ് ടാക്സ് റിഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. Then next point is business cycle. Cyclical fluctuations in the economy is called as business cycle. നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ബിസിനസ് സൈക്കിൾ എക്കണോമിക്സിൽ തന്നെ. In the period of boom, demand for almost all commodities increases. In the period of slump, demand for commodities also decreases. Then next one is demonstration effect. 10th point is demonstration effect. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ളൊരു എക്സിബിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യാറുണ്ട്, ആ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് കൂട്ടാറുണ്ട്. അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, ഫിനാൻസിൻ്റെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ വായ്പകൾ ലഭ്യമാക്കാനുള്ളൊരു സമയം. നമുക്കിപ്പോൾ ഒരു കാർ വാങ്ങിക്കണം, നമുക്ക് വായ്പ ലഭ്യമാണ്, തീർച്ചയായിട്ടും നമ്മൾ കാർ വാങ്ങും. മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ 2 വീലേഴ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസംഷൻ ബിഹേവിയറിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. ദെൻ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് സെറമണീസ്. ലാസ്റ്റ് പോയിന്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ എഴുതുക സോഷ്യൽ customs and ceremonies. ഈ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് സെറമണീസ് എന്ന് പറയുന്നത് വിൽ ഓൾസോ അഫക്റ്റ് ദ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആഘോഷങ്ങളോ ഒക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്നുകൂടെ അത് കൺക്ലൂഡ് ചെയ്യാം.
Then എന്താണ് പഠിച്ചിരിക്കുന്നത്? What are the determinants of demand? What is meant by determinants of demand? Determinants of demand means what are the factors influencing change in demand. That factors is also called as determinants of demand. ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ ആ കാരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. Nature of second one is price of commodity. Price increases, demand decreases. Then nature of commodity. Nature of commodity, it may be necessary commodity, it may be luxurious commodities or prestigious commodities. In the case of necessary commodities and prestigious commodities, demand will be constant. In the case of durable commodities, demand may be changes. Income and wealth of the consumer. In the case of normal goods, income increases, demand also increases. Income decreases, demand also decreases. In the case of in the case of cheaper commodities or inferior commodities, income increases, demand decreases. The next one is taste and preference of the consumers, change in fashion, technology, etc. Price of related goods. Related goods may be classified into two, that is substitute goods and complementary goods. In the case of substitute goods, the relationship of price and demand എന്ന് പറയുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പും in the case of complementary goodsൻ്റെ കേസിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് സംഭവിക്കുക. കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ. ഫ്യൂച്ചറിലെ കൺസ്യൂമേഴ്സിന് ഉണ്ടാകാവുന്ന എക്സ്പെക്റ്റേഷൻസ് വില കൂടുകയോ കുറയോ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. The next one is advertisement. Advertisement also influence or advertisements also helpful for create or maintain or increase in demand. These are the factors influencing the individual demand. Then factors influencing the market demand. First one is price of goods, usefulness, changes in population, distribution of income and wealth, changes in quantity of money in circulation, changes in climate, then technological changes or technological progress, government policies, business cycle, demonstration effect, availability of finance or availability of credit, and last one is social customs and ceremonies. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന 10 പോയിൻറ്റ്സും ഇതിൻ്റെ ഉള്ളിൽ തന്നെ തന്നിരിക്കുന്നതാണ്. എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ചാർട്ട് രൂപത്തിൽ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ചാർട്ട് രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുകയും ഓരോ പോയിൻറ്റിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക. അപ്പോൾ ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് താങ്ക് യു ഓൾ.